തിരുവനന്തപുരത്ത് നമ്മൾ കഴക്കൂട്ടം കഴിഞ്ഞ് നേരെ പോകുമ്പോൾ കുറേ മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്, അതായത് നമ്മൾ കോളം ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ടെക്നോ പാർക്ക് ഉള്ളത്. ആ ടെക്നോ പാർക്കിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. യുവതി യുവാക്കൾ ആണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. അങ്ങനെ അവിടെ ധാരാളം ഹോസ്റ്റലുകളുമുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റലുകൾ, ഇതിനടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥയാണ്. അത് കിടന്നുറങ്ങുകയാണ്. ആ ഹോസ്റ്റലിൽ മുറിയിൽ കിടന്നുറങ്ങുക. അതിനെ വെളുപ്പിനെ ഒരു 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 സാമൂഹ്യ വിരുദ്ധൻ അവിടെ കയറി, ഒരു കള്ളനാണ് അവൻ, ഒരു കൊടും ക്രിമിനലാണ്. അവനെ മധുര സ്വദേശിയായിട്ടുള്ള ഒരുത്തൻ ലോറി ഓടിച്ചുകൊണ്ട് വരുന്നവനാണ്, ട്രക്ക് ഡ്രൈവറാണ്. അവൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നേരെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അവനെ ഒരുപാട് കേസുകൾ അവൻ്റെ പേരിലുള്ളതാണ്. അവന് മോഷണം കൂടെ വേണം. അവനൊരു 6-7 സ്ഥലത്ത് മോഷണത്തിന് വേണ്ടി കയറി. അത് കഴിഞ്ഞതിന് ശേഷം വന്നാണ് ഈ ഹോസ്റ്റലിൽ കയറിയത്. നോക്കിയപ്പോൾ ഈ പെൺകുട്ടി കിടന്ന് ഉറങ്ങുന്നു. അവിടെ മോഷണ ശ്രമം അവിടെ തന്നെ ഉണ്ടായി. അതിനുശേഷം ഇതിനെ കടന്നു പിടിച്ച് ഇതിനെ ലൈംഗികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചു. അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി രക്ഷമില്ല, അതിനെ കഴുത്തെ കത്തി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ അവസാനം അത് എങ്ങനെയോ അത് നിലവിളിക്കാനിടയായി. നിലവിളി ആയപ്പോഴത്തേക്ക് ഇവനെ ഇറങ്ങി ഓടി. അപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു പോലീസിൽ. പക്ഷെ പോലീസിൻ്റെ വളരെ സ്വിഫ്റ്റ് ആക്ഷനാണ് ആ കാര്യത്തെ എടുത്ത്. അതായത് മിടുക്കരായിട്ടുള്ള പോലീസ്, കേരള പോലീസിൽ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ നോക്കിയപ്പോൾ ഇവിടെ ഇതിനടുത്തുള്ള CCTV ഒന്നും വർക്ക് ചെയ്തില്ല. പക്ഷേ മറ്റ് പരിസരങ്ങളിലുള്ള ഏതാണ്ട് 38 CCTVകൾ അവർ പരിശോധിച്ചതിന് ശേഷം അവരൊരു ലോറി, ഒരു ട്രക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അവസാനം ഇവൻ കയറി ഓടിച്ചു പോയതാണ്. അവനെ ഏതായാലും ശരി, അവനെ പിന്തുടർന്ന് മധുരയിൽ വെച്ച് മധുര ഭാഗത്തു നിന്നാണ് അവനെ പിടികൂടി ഇപ്പോൾ കഴക്കൂട്ടത്ത് എത്തിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം പോലീസിൽ അവനെ ഹാജരാക്കിയിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ പെൺകുട്ടിക്ക് ഇതിന് ഒരു TI പരേഡ്, ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് വേണം, നടത്തിയിട്ട് അവനെ തിരിച്ചറിയണം. അതുമാത്രമേ ഉള്ളൂ. കാരണം ശരിയായ രീതിയിലാണ് അവരത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കേസിൽ TI പരേഡ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അല്ല, പോലീസുകാർ കണ്ടെത്തി ഇത് പെട്ട് ചുമ്മാ കാണിച്ചാൽ പോരാ. ഇത് യഥാർത്ഥത്തിൽ TI പരേഡ് നടത്തുമ്പോൾ യവനെ സാദൃശ്യമുള്ള കുറേ ആളുകളെ, ആരെങ്കിലും ഒരു 5-6 പേരെയും കൂടെ നിർത്തിയിട്ട് ഇവനെ നിർത്തും. അതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടി പോകണം. അത് ചെന്ന് ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വെച്ചാണ് അത് ഇവനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വളരെ വിലയാണ് അതിന്. ഈ കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഏതായാലും വളരെ ഒരു വല്ലാത്ത ഒരു സംഭവമായിപ്പോയി. കാരണം ഒരു പെൺകുട്ടി അത് ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. അതിൻ്റെ ആ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ മുറിക്കകത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറുക, അതിനുശേഷം ഇതിൻ്റെ മുറിയിൽ അതിക്രമിച്ച് കയറുക. ഈ രീതിയിൽ ഒരുത്തന് വെളിയിൽ നിന്ന് വന്ന് കയറാൻ പറ്റുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദിയാരാണ്? ഈ ഹോസ്റ്റലിൻ്റെ നടത്തിപ്പുകാരാണ്. കാരണം ഒരുത്തന് ഇവിടെ വന്ന് കയറാൻ പറ്റി എന്നുള്ളതാണ്. കാരണം എന്താ, ഇതിനകത്തുള്ള ഒരു പ്രശ്നം, ഇവർക്ക് ഈ ടെക്നോ പാർക്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പല ഷിഫ്റ്റിലാണ് ജോലിയുള്ളത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചിലർ വരുന്നത് പാതിരാത്രി ഒരു 12 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ ഒക്കെ ആയിരിക്കും അവർ ഷിഫ്റ്റ് തീർന്ന് വരുന്നത്. ഈ രീതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവേശിക്കാനായിരിക്കും. എന്നാൽ തന്നെയും ഈ കാവലിന് ആളില്ലാതെ ഇങ്ങനൊരു ഹോസ്റ്റൽ നടത്താമോ? കാവൽക്കാരനിരുന്ന് ഉറങ്ങിയാലും മതി, അങ്ങനെയും സംഭവിച്ചാലും കുഴപ്പമല്ലേ? അപ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കണ്ടേ ഇതുപോലെ പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലം? ഇതുപോലെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന നമ്മുടെ നാട് പലരും അങ്ങനെയുള്ളവന്മാരുള്ളപ്പോൾ ഈ പെൺകുട്ടികളുടെ ഈ സുരക്ഷിതത്വം നോക്കേണ്ടത് ഈ ഹോസ്റ്റൽ നടത്തിപ്പുകാരുടെ ചുമതലയല്ലേ? യഥാർത്ഥത്തിൽ ഇതിനകത്ത് കുറ്റം ആരുടെയാണ്? ഈ ഹോസ്റ്റൽ നടത്തിപ്പുകാരുടെ തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ള സംരക്ഷണമില്ലാതെ ഈ പെൺകുട്ടി അവിടെ താമസിപ്പിക്കല്ലേ? അത് കിടന്നുറങ്ങുക. അപ്പോൾ ഉറക്കമാണ്, അത് ജോലിയും കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്നതല്ലേ, അറിയത്തില്ല. അങ്ങനെ ആണ് അതിനകത്ത് കയറി ഇവനെ ഇതേപോലെ അതിനെ ഉപദ്രവിക്കാൻ കാരണം ഇങ്ങനെ ഇടയുണ്ടായത്.
ഏതായാലും ആ പെൺകുട്ടിക്ക് വേറെ വലിയ കുഴപ്പങ്ങൾ വന്നില്ല എന്ന് നമുക്ക് കരുതാം. അങ്ങനെ ആകട്ടെ. അതിൻ്റെ പേരോ ഒന്നും പുറത്തു വിടാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് വേണം. ഒരു കാരണവശാലും അതിൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു വിടുകയോ ചെയ്യരുത്. ആ രീതിയിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 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 സംഭവം നമ്മുടെ ഈ നാട്ടിൽ ആദ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ. ഇനി ഇത് ഒരുപാട് ഉണ്ടായിക്കൂടുന്നില്ല. കാരണം ഈ ലേഡീസ് ഹോസ്റ്റലുകളിൽ ഇതുപോലെ അതിക്രമിച്ച് കയറുക, ആ ഹോസ്റ്റലുകളിൽ പ്രോപ്പറായിട്ടുള്ള സംരക്ഷണമില്ലാതെ ഈ പെൺകുട്ടികളെയൊക്കെ താമസിപ്പിക്കുക, അത് ഹോസ്റ്റൽ നടത്തിപ്പുകാരുടെ ഏറ്റവും വലിയ അവർ നടത്തിയേക്കുന്ന ഏറ്റവും വലിയൊരു ഉപേക്ഷയാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയൊരു ഒമിഷനാണ്. അവരെ അതിനെ നോക്കിയിട്ട് യഥാർത്ഥത്തിൽ അവരുടെ പേരിൽ നടപടി വേണം. കാരണം അതിനൊക്കെ ലൈസൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്യണം. കാരണം ഇങ്ങനെ ഒരുത്തം കയറാനുള്ള ഇടയുണ്ടായില്ലേ അവിടെ. അല്ലെങ്കിൽ അത് കയറി നമ്മൾ വല്ലതും പൊളിച്ച് കയറിയതാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. ഇപ്പോൾ ബാങ്കൊക്കെ ഭിത്തി വരുന്ന കയറി ഓരോരുത്തന്മാർ മോഷിച്ചുകൊണ്ട് പോകത്തില്ല ബാങ്കിനകത്തുനിന്ന് എന്ന് പറഞ്ഞ പോലെ ഇത് അങ്ങനെ കാണാൻ കയറിയതാണെങ്കിൽ നമുക്ക് പറയാം. അതല്ലാതെ ഇവിടെ ശരിയായ ആൾ കാവലിനില്ലാതെ ഒരു പുരുഷൻ എങ്ങനെ ലേഡീസ് ഹോസ്റ്റലിൽ കയറി? അത് നോക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കയറാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി, എതിലേക്കൂടെ അവൻ കയറി? ഇതിനെക്കുറിച്ചെല്ലാം ശരിയായ അന്വേഷണം നടത്തണം. ഈ ഹോസ്റ്റൽ ഉടമയുടെ ഭാഗത്ത്, ഹോസ്റ്റൽ ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചകളുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അതും ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ എപ്പോഴും പെൺകുട്ടികൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്നൊക്കെ പറയുന്നത്, നമുക്ക് ഉറങ്ങുന്നതിനൊക്കെ മുമ്പ് ഒരു ഡബിളി കോൺഷ്യസ് ആക്കണം. മുറി അടച്ചിട്ടുണ്ടോ, അതിനെ കുറ്റിയിട്ടിട്ടുണ്ടോ? പക്ഷേ ഈ മുറിയിൽ വേറെ ആരെങ്കിലും കൂടെ ഉണ്ട്, ഒരു ഏതെങ്കിലും മറ്റ് പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ട്, അവർക്ക് വെളി പോകേണ്ടതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഉറക്കം ശല്യപ്പെടാതിരിക്കാൻ മുറി അവരടച്ചിട്ടങ്ങ് പോകും. ചിലപ്പോൾ അങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇനി അങ്ങനെ കാണുവാണോ ഇതെന്നുള്ളത് ആ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് ഇനി ഈ എന്തായാലും ഹോസ്റ്റൽ നടത്തുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. കാരണം സുരക്ഷിതത്വം പെൺകുട്ടികളുടെ ഉറപ്പാക്കണം.